ഹായ് മച്ചന്മാരെ, मैं हूं आप लोग का प्यारा दोस्त വിനീത്. മച്ചന്മാരെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല നാടൻ കോഴീനെ മേടിച്ചിട്ട് പീസാക്കിയിട്ട് നല്ല മുളകിട്ട് ഓൺ ലൊക്കേഷനിൽ ഇവിടെ വെച്ച് തന്നെ ഞങ്ങൾ റെഡിയാക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം എപ്പോഴും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, വല്ലപ്പോഴും അവസരം കിട്ടുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കരുത്. കൂടാണ്ട് നമ്മുടെ സ്പെഷ്യൽ ഡിഷാണ് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജീവനുള്ള കോഴീനെ മേടിച്ചിട്ട് അങ്ങ് തകർത്ത് കളഞ്ഞു. പൊള്ളിയായിട്ടുണ്ട്. എന്തായാലും ഉപ്പും മുളകൊക്കെ ഞങ്ങൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. എന്താവുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഔട്ട് സൈഡ് വന്നിട്ടൊരു കുക്കിങ്. ഇപ്പം ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് നേരെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇത് കണ്ടോ, ടൊമാറ്റോ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് എന്താ ചെയ്യുന്നതെന്ന് നമ്മുടെ കൂടെയുള്ള ഗുരുജിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ, ഹോൾഡ് ചെയ്യേ. ഒരു തിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, തിരിച്ച് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. गुड गुड, उसको ऊपर मत लगा, फिर वो पकेगा नहीं. ഡൗൺ കറക്കി ആയാസ്. അപ്പം അങ്ങനെ രണ്ടും നമ്മൾ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ താഴെ നിന്ന് ഹീറ്റാണ് കൊടുക്കേണ്ടത്. എന്താണ് ഇല്ലെങ്കിൽ ഇത് വേവത്തില്ല. തീ കത്തിച്ച് കഴിഞ്ഞാൽ തീ കത്തിപ്പിടിക്കില്ലേ. അതുകൊണ്ട് നമ്മൾ കൊയില ഇട്ടിട്ട് വേണം സെറ്റാക്കാൻ. അപ്പം അതിനുള്ള സാധനത്തിലാണ് നമ്മൾ. ഓക്കെ, ഏനാ ഇത് എന്തായാലും സംഭവം സെറ്റാവാന്ന് വിചാരിക്കുന്നു. അങ്ങനെ മച്ചന്മാരെ, ഇത് കണ്ടോ, അത്യാവശ്യം വേവായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് നോക്കാം. അപ്പം നേരത്തെ നമ്മൾ ആ അടുപ്പിലിട്ട് വേവിച്ച ടൊമാറ്ററാണ് ഇത്. അതിൻ്റെ കൂടെ മുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് ഇടിച്ച് ചമ്മന്തി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് നോക്കാം. കയ്യിൽ ചോരയൊക്കെ ഇരിക്കുന്നു മച്ചാൻ്റെ. ഇറ്റ്സ് കോൾഡ് ഗോർഖ ചട്നി. ഇറ്റ്സ് കോൾഡ് ഗൂർഖ ചട്നി. ഓക്കെ ഓക്കെ, എന്തായാലും സെറ്റാവട്ടെ. നമുക്ക് അങ്ങോട്ട് പോകാം. സവോള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി സവോളയൊക്കെ കട്ട് ചെയ്തിട്ട് എന്തൊക്കെയോ ഇവൻ ഉണ്ടാക്കും. അതുവരെയാണ് സംഭവങ്ങൾ. पानी छोड़ रहा है लेकिन वो अब हड्डी कमजोर होगा ना उसका, अब जल के उसको भी डाल दे पहन के ऊपर ही ना, वो उसको पकाओ कब जाए उसको. കോഴിയുടെ കഴുത്ത് കണ്ടോ, കൊടക്കാര് പോലെ വളഞ്ഞു കണ്ണു കേട്ടോ. എന്തായാലും സെറ്റ് ആവുന്നുണ്ട്. ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം ഗുമ്മായിരിക്കും. നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഇട്ട് ഗ്ലാസ്സിലായിരുന്നു ഇടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്പേസ് കുറവായ കാരണം നമ്മൾ ഇപ്പം പുതിയ രീതിയിൽ ചട്നി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്ന ഈ രീതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എങ്ങും കിട്ടത്തില്ല. വെരി റിയർ ഐറ്റം. He is making his Pavan Kumar from Himachal Pradesh. He is living in a hill station. Your home is very big, huh? Okay guys, കിടലിനായിട്ടാണ് മച്ചാൻ ഉണ്ടാക്കുന്നത്. ഇപ്പം തന്നെ ആ പ്യാജിൻ്റെയും അതിൻ്റെ കൂടെയിട്ട് അങ്ങനെ ആ ധനിയുടെയൊക്കെ ഇങ്ങനെ മണം വരുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓർന്ന്. पवन क्या टेस्टी बना रहा है यार. ഓക്കെ, ഇതെല്ലാം കൂട്ടിയിട്ടാണ് നമുക്കത് കഴിക്കാൻ. അപ്പോൾ സ്റ്റെപ്പായിട്ട് ഐറ്റം നമ്മുടെ തന്തൂരി അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ നമുക്കപ്പം അങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച് ഞങ്ങളെ കട്ടയ്ക്ക് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മച്ചന്മാരെ കൊട്ടക്കമ്പി പോലെ നിൽക്കുന്ന കഴുത്തും പീസായിട്ട് നിൽക്കുന്ന വേറെ ലെവലായിരിക്കുകയാണ്. സെറ്റാക്കണം മച്ചന്മാരെ. വായിൽ വെള്ളം ഊറുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഫൈനലി ടച്ചപ്പിലാണ് സംഭവമൊക്കെ ഇരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇപ്പം റെഡിയാവും. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊതിയാവുന്നു. എന്തായാലും കണ്ടിട്ട് ഒന്നും പറയാനില്ല മച്ചന്മാരുടെ കാര്യം. ഇത് സുക്കി സാറ് പൂരി ചൂടാക്കുവാണ്. എന്താവും എന്തോ.
ओके हो गया ओ जलाओ मत आग मत लगा അപ്പം ഒരു പീസ് വെന്ത് നമ്മളെ എടുത്ത് മാറ്റിയിട്ടുണ്ട് सर वो एक टिफिन में रख दो ना वाओ ये देखो वो जल गया ना मैं इसलिए बोला इतना मत हाँ ये ऐसे रहना ഇതിപ്പോൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് in 2-3 minutes we will eat this chicken yo അപ്പം മച്ചന്മാരെ സംഭവങ്ങളെല്ലാം കിട്ടുന്നതായിട്ടുണ്ട് മുളകും ചപ്പന്തി എല്ലാം റെഡിയാണ് നമുക്കിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ യോ സർ ജൽദി പീസ് കറോ ഇസ്കോ വലിച്ച് കീറി യൂണിഫോം ആയാണ് മച്ചന്മാരെ ടേസ്റ്റ് ചെയ്യാണ് നല്ല ചമ്മന്തി വെച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ല പൊളി സാധനം കേട്ടോ അപ്പം ബൈ